നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഒടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാനം. ഉടമ്പടി പ്രകാരം 20 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ച് ഹമാസ്. 2000-ഓളം പലസ്തീൻ ബന്ദികളുടെ മോചനം ആരംഭിച്ച് ഇസ്രായേൽ. ഗാസയിലും ഇസ്രായേലിലും ആഹ്ലാദ പ്രകടനങ്ങൾ. യുദ്ധം അവസാനിച്ചെന്ന് ഇസ്രായേൽ പാർലമെന്റിൽ പ്രഖ്യാപിച്ചു ഡൊണാൾഡ് ട്രംപ്. സമാധാനത്തിനായി ഒരുമിച്ച് പോകുമെന്ന് ബെന്യാമിൻ നെതന്യാഹു. ഈജിപ്തിലെ സമാധാന ഉച്ചകോടിയിൽ ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. മകൻ വിവേക് കിരണിന് ലാവ്ലിൻ കേസിൽ ED സമൻസ് കിട്ടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. മകൻ അധികാരത്തിന്റെ ഇടനാഴിയിൽ വന്നിട്ടില്ല. മക്കളെക്കുറിച്ച് അഭിമാനമെന്നും ദുഷ്പേരുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെന്നും പിണറായി വിജയൻ. വിവേക് കിരണിന് ED സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിൽ. ശബരിമലയിൽ തിരിച്ചെത്തിച്ച ദ്വാരപാലക പാളികളും തകിടുകളും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സംശയിച്ച് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. നാഗേഷിന്റെ അടുത്ത് പാളികൾ എത്തിച്ചതിലും ദുരൂഹത. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെയും ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും. അന്വേഷണം കൃത്യമായി നടക്കുന്നതിനിടെ വിധി വേണ്ടെന്ന് മുഖ്യമന്ത്രി. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി നിയമനങ്ങളിൽ അയഞ്ഞ സർക്കാർ. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ ആവശ്യം അംഗീകരിച്ചു. NSS സ്ഥാപനങ്ങൾക്ക് സുപ്രീം കോടതി അനുവദിച്ച ആനുകൂല്യം എല്ലാ മാനേജ്മെന്റുകൾക്കും നൽകുമെന്ന് മുഖ്യമന്ത്രി. സ്വാഗതം ചെയ്ത് ക്രൈസ്തവ സഭകൾ. OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ. ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ്. അബിൻ വർക്കിയും KM അഭിജിത്തും ദേശീയ സെക്രട്ടറിമാർ. പാലക്കാട് പിരാരിയിൽ റോഡ് ഉദ്ഘാടനത്തിനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടഞ്ഞ DYFI. പ്രതിഷേധത്തിനിടയിലും റോഡ് ഉദ്ഘാടനം ചെയ്ത് രാഹുൽ. വാർത്തകൾ വിശദമായി നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ED സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിൽ. വിവേക് കിരണിനെ ED വിളിപ്പിച്ചത് സാക്ഷി എന്ന നിലയിലാണ്. ക്രൈം നന്ദകുമാറിന്റെ പരാതിയിലാണ് ED എന്ന നടപടി സ്വീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന്റെ ED സമൻസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് വിവേക് കിരണിനെ മൊഴിയെടുക്കാൻ ED വിളിപ്പിച്ചത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:00 കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് വിവേക് കിരണിന് ED നോട്ടീസ് അയച്ചത്. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന മുഖ്യമന്ത്രിയുടെ വസതിയുടെ മേൽവിലാസത്തിലാണ് സമൻസ് അയച്ചത്. സമൻസ് ലഭിച്ചിട്ടും വിവേക് കിരൺ ഹാജരായിരുന്നില്ല. 2 വർഷം മുമ്പാണ് ലാവ്ലിൻ കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ പരാതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ED വിവേകിന് സമൻസ് അയച്ചത്. ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിലാണ് ED 2020 കേസ് രജിസ്റ്റർ ചെയ്തത്. നേരത്തെ ചോദ്യം ചെയ്തവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിവേകിന് നോട്ടീസ് അയച്ചത്. വിവേക് കിരണിന് സമൻസ് അയച്ചത് സാക്ഷി എന്ന നിലയിലാണെങ്കിലും ഒരു സമൻസിനപ്പുറം പിന്നീട് EDയുടെ തുടർ നടപടികൾ ഉണ്ടായില്ല. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ദിലീപ് രാഹുലൻ പ്രവർത്തിച്ചിരുന്നത് UK കേന്ദ്രീകരിച്ചാണ്. പസഫിക് കൺട്രോൾ സ്ഥാപനത്തിന്റെ ഉടമയായ ദിലീപ് രാഹുലൻ ലാവ്ലിൻ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. വിവേകും UKയിൽ പഠന സംബന്ധമായി പോയിരുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിലാണ് വിവേക് കിരണിന് ED സമൻസ് എന്ന് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. വിവേക് കിരണിന് സമൻസ് അയച്ച അതേ ദിവസം ഇതേ കേസിൽ ഹാജരായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ചോദ്യം ചെയ്ത ശേഷം ED അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആ ദിവസമാണ്. പിന്നീടാണ് വിവേക് കിരണുമായി ബന്ധപ്പെട്ട സമൻസ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണെന്ന് വ്യക്തമായത്. അമൃത ന്യൂസ്, കൊച്ചി. അതേസമയം EDയുടെ സമൻസ് മകന് കിട്ടിയിട്ടില്ല എന്ന വാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രി. യാതൊരു സമൻസും ക്ലിഫ് ഹൗസിൽ വന്നിട്ടില്ലെന്നും തനിക്കോ മകനോ കിട്ടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. തന്റെ പൊതുജീവിതവും രാഷ്ട്രീയ ജീവിതവും തീർത്തും കളങ്കരഹിതമെന്നും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല എന്ന് തനിക്കേറെ അഭിമാനമുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യം എൻ്റെ കുടുംബം പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. എൻ്റെ മക്കള് 2 പേരും അതേ നില സ്വീകരിച്ചു പോയിട്ടുണ്ട്. ED സമൻസ് മൂടിവെച്ചത് എന്തിനെന്നും കേസ് ഇല്ലാതായി എന്ന് MA ബേബി എങ്ങനെ അറിഞ്ഞുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM BJP ബാന്ധവമുണ്ടെന്നും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് CPMനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അല്ല, ഇത് മനസ്സിലാകേണ്ട പ്രശ്നം, ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടും
എല്ലാവരും മൂടി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം ആരോടും പറഞ്ഞില്ല. പിന്നെ ഇത് എങ്ങനെ ഈ നോട്ടീസ് സാധാരണ ഒരാൾക്ക് അയച്ചാൽ ED നോട്ടീസ് അയച്ചാൽ അതിന്റെ പ്രൊസീജിയർ ഉണ്ടാവും. ഇത് യാതൊരു പ്രൊസീജിയറും നടന്നിട്ടില്ല. പിന്നെ മാസപ്പടി കേസിലെ SFIO അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി വീണ വിജയൻ. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിനെതിരെയാണ് അപ്പീൽ നൽകിയത്. ഡിവിഷൻ ബെഞ്ചിനെയാണ് സിംഗിൾ ബെഞ്ച് വിധി ചോദ്യം ചെയ്ത് സമീപിച്ചിരിക്കുന്നത്. വീണയുടെ ഹർജിയിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചു. കേസ് ഡിസംബർ 3 പരിഗണിക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് ഉടമ്പടി പ്രകാരം 20 ഇസ്രയേലി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. 2000-ഓളം പലസ്തീൻ ബന്ദികളുടെ മോചനത്തിനും ഇസ്രായേൽ തുടക്കം കുറിച്ചു. ഗാസയിലും ഇസ്രായേലും വൻ ആഹ്ലാദ പ്രകടനങ്ങൾ. അതേസമയം ഇസ്രായേൽ പാർലമെന്റായ സെറ്റിന്റെ ഡൊണാൾഡ് ട്രംപ് അഭിസംബോധന ചെയ്തു. അശാന്തിയുടെയും അരക്ഷിതാവസ്ഥയുടെയും നാളുകൾ അവസാനിച്ചെന്ന ട്രംപും സമാധാനത്തിനായി ഒരുമിച്ച് പോകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും പറഞ്ഞു. ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാനെത്തിയ ഡൊണാൾഡ് ട്രംപിനെ എഴുന്നേറ്റ് നിന്ന് കയ്യടിയോടെയാണ് പാർലമെന്റ് അംഗങ്ങൾ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പമാണ് ട്രംപ് പാർലമെന്റിലെത്തിയത്. മധ്യപൂർവ്വ ദേശത്തിന്റെ ചരിത്രപരമായ ഉയർത്തെഴുന്നേൽപ്പിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നതെന്നും യുദ്ധം ആരംഭിക്കലല്ല അവസാനിപ്പിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ട്രംപ് പറഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ ട്രംപ് അഭിനന്ദിച്ചു. It's the start of a grand concord and lasting harmony for Israel and all the nations of what will soon be a truly magnificent region. I believe that so strongly. This is the historic dawn of a new Middle East. അതിനിടെ ട്രംപിനെതിരെ ഇസ്രയേൽ പാർലമെന്റിൽ ഇടതുപക്ഷ പ്രതിഷേധവും ഉയർന്നു. പാർലമെന്റിൽ ട്രംപ് പ്രസംഗിക്കുന്നതിനിടയിൽ MP പ്രതിഷേധിക്കുകയായിരുന്നു. പലസ്തീൻ അംഗീകരിക്കുക എന്ന് എഴുതിയ ബാനറുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നേതൃപരമായ പങ്കുവഹിച്ച ഡൊണാൾഡ് ട്രംപിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നന്ദി പറഞ്ഞു. ഇസ്രയേലിന് നൽകുന്ന ദീർഘകാല പിന്തുണയ്ക്കും ഇറാനുമായി ഉണ്ടായ സംഘർഷത്തിൽ US എടുത്ത ധീരമായ തീരുമാനങ്ങൾക്കും നന്ദി അറിയിക്കുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. ട്രംപിനെ ഇസ്രയേൽ പ്രൈസിനായി നാമനിർദ്ദേശം ചെയ്യാനും നെതന്യാഹു തയ്യാറായി. ഗാസ സമാധാന ഉടമ്പടി പ്രകാരം 20 ഇസ്രയേലി ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചത്. 2 ഘട്ടമായാണ് മോചിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ 7 പേരെയും 2ാം ഘട്ടത്തിൽ 13 പേർക്കുമായിരുന്നു മോചനം. മരിച്ച 4 പേരുടെ അവശിഷ്ടങ്ങളും കൈമാറിയതായാണ് വിവരം. ജയിലിൽ കഴിയുന്ന 250 പാലസ്തീനികളെയും തടവിൽ പാർപ്പിച്ചിട്ടുള്ള 1700 പേരെയുമാണ് ഇസ്രയേൽ മോചിപ്പിക്കുന്നത്. മോചിതരായ പാലസ്തീൻ തടവുകാർ ഗാസയിൽ എത്തിത്തുടങ്ങി. പതാകകൾ വീശിയും ദേശീയ ഗാനങ്ങൾ ആലപിച്ചും വികാരഭരിതമായാണ് മോചിതരായ തടവുകാരെ സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശബരിമലയിൽ തിരികെ എത്തിച്ച ദ്വാരപാലക പാളികളും തകിടുകളും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സംശയിച്ച് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. സ്വർണം പൂശി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം കുറഞ്ഞെന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ SIT നീക്കം തുടങ്ങിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ച് EDയും വിവരശേഖരണം ആരംഭിച്ചു. ശബരിമലയിൽ തിരിച്ചെത്തിയ ദ്വാരപാലക പാളികളിലും തകിടുകളിലും വലിയ തൂക്കക്കുറവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന സംശയം വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. ഹൈദരാബാദിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും സ്വർണ്ണപ്പണി നടത്തുന്ന സ്ഥാപനത്തിന് ഉടമയുമായ നാഗേഷ് എന്നയാളുടെ അടുത്ത് പാളികൾ എത്തിച്ചതിലും ദുരൂഹതയുണ്ടെന്ന് വിജിലൻസ് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു വരുമാനവുമില്ലാത്ത പോറ്റി തുടർച്ചയായി നടത്തിയ വഴിപാടുകളും ലക്ഷങ്ങളുടെ സംഭാവനയും സ്പോൺസർഷിപ്പും വിജിലൻസിന് സംശയമുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും. ശബരിമല സന്നിധാനത്തും ബംഗളൂരുവിലും എത്തി നിർണായക വിവരങ്ങൾ SIT ശേഖരിച്ചിട്ടുണ്ട്. മോഷ്ടിക്കപ്പെട്ട സ്വർണം വേഗം കണ്ടെത്തുക, ദ്വാരപാലക പാളികൾ വ്യാജമായി നിർമ്മിച്ചത് എവിടെയെന്ന് കണ്ടെത്തുക എന്നിവയ്ക്കാണ് ആദ്യഘട്ട അന്വേഷണത്തിൽ പ്രാധാന്യം നൽകുന്നത്. EDയുടെ വിവരശേഖരണം തുടരുകയാണ്. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിലാണ് നിലവിൽ പ്രാഥമിക വിവരശേഖരണം നടക്കുന്നത്. പോലീസിനോടും വിജിലൻസിനോടും വിവരങ്ങൾ തേടി തെളിവുകൾ ശേഖരിച്ച ശേഷമാകും ECR രജിസ്റ്റർ ചെയ്യുന്നതിൽ തീരുമാനമെടുക്കുക. കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷം ശബരിമല വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടെന്ന് VD സതീശൻ. ചെന്നൈയിലേക്ക് പോയത് വ്യാജ മോൾഡാണ്. യഥാർത്ഥ സ്വർണം വിറ്റു. അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും കാര്യങ്ങൾ അറിയാം. അന്നത്തെ മന്ത്രിയെ കൂടി പ്രതിയാക്കണമെന്നും VD സതീശൻ പറഞ്ഞു. ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നതിലും ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റതിലും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട്. ഞങ്ങൾ കരുതുന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ അറിയാം. അതുകൊണ്ടാണ്
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തിൽ ഒട്ടേറെ പ്രവർത്തകർക്ക് പരിക്കേറ്റു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ നടപടി ആവശ്യപ്പെട്ട യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പോലീസ് വാഹനത്തിന് നേരെ വടിയും കല്ലും മുട്ടയും ഉൾപ്പെടെ പ്രവർത്തകർ എറിഞ്ഞു. തുടർന്ന് പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. നൂറുകണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിശ്വാസികളെ അപമാനിക്കാൻ അനുവദിക്കില്ലെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. പ്രവർത്തകരെ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ നരേന്ദ്രമോദിജിയുടെ നാട്ടിൽ ആരെങ്കിലും കൊള്ള ചെയ്താലോ അഴിമതി ചെയ്താലോ വിടില്ല. ഇതൊരു സൂചന മാത്രമാണ്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് യുവമോർച്ചയുടെയും BJPയുടെയും തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. BJP നേതാക്കളായ കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ്, കരമന ജയൻ എന്നിവരും ആശുപത്രിയിലെത്തി. സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ചെറിയ വീഴ്ചയാണ് എന്നാണ് മുഖ്യമന്ത്രി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇന്നത്തെ പ്രതിഷേധത്തിൽ അണിനിരന്നത് BJP പ്രവർത്തകർ എന്നതിലുപരി വിശ്വാസികളാണെന്നും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ ആ ഒരു ദേഷ്യവും ആ ഒരു ഇതെല്ലാം നമ്മുടെ പ്രവർത്തകരുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാവരും BJPക്കാരാണ്, പ്രവർത്തകരാണ്, പക്ഷേ ഞങ്ങളെല്ലാവരും വിശ്വാസികളുമാണ്. അപ്പോൾ ഇങ്ങനെ വിശ്വാസികളെതിരെ പ്രവർത്തിക്കുന്നതും അവരുടെ വിശ്വാസത്തെ ലംഘിക്കുന്ന ഒരു സർക്കാരിനെ അവരുടെ ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു ദേഷ്യമല്ല, ഒരു എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്ന് കണ്ട ആ ഒരു എന്താ പ്രതിഷേധം മാത്രമല്ല, ഒരു എക്സ്പ്രഷനായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ട് ഏറ്റുമാനൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിലും സംഘർഷം. മന്ത്രിയുടെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. മന്ത്രിയുടെ കോലം കത്തിച്ച ശേഷം പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ടൗണിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയ പ്രവർത്തകർ MC റോഡ് ഉപരോധിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും വിശ്വാസവഞ്ചനയും ഉന്നയിച്ച് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് നാളെ കാസർഗോഡ് നിന്നും തുടക്കമാകും. രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് നിന്നും ആരംഭിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ UDFന്റെ പ്രധാന നേതാക്കൾ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. ഒക്ടോബർ 18-ന് കാരക്കാട് മുതൽ പന്തളം വരെ UDF നേതാക്കളുടെ പദയാത്രയും സംഘടിപ്പിക്കുമെന്ന് ജാഥ വൈസ് ക്യാപ്റ്റൻ T സിദ്ദിഖ് MLA അറിയിച്ചു. ശാരീരികമായും ഗോസിപ്പിലൂടെയും 18-ാം തീയതി UDF ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ അത് കഴിഞ്ഞ് 5:30 മണിയാണ് സമയം. 5:30 മണിക്ക് മുതലക്കുളത്ത് സമാപനം. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉദ്ഘാടനം ചെയ്തു. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. കുവൈറ്റിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ഷെങ്കൻ മേഖലയിലെ അതിർത്തികളിലും പുതിയ യൂറോപ്യൻ എൻട്രി എക്സിറ്റ് സിസ്റ്റം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ.
2026 ഏപ്രിൽ 10 ഈ സംവിധാനം പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കും. അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും യൂറോപ്പിലേക്ക് പ്രവേശിക്കുന്നവരുടെയും പുറത്തുപോകുന്നവരുടെയും രജിസ്ട്രേഷൻ പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഈ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് DGCA വക്താവ് അബ്ദുള്ള അൽ രാഷ്ഹി വ്യക്തമാക്കി. സിസ്റ്റം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ യാത്രക്കാർ ശ്രദ്ധയോടെ പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ പാസ്പോർട്ടുകളിൽ പതിക്കുന്ന പരമ്പരാഗത സ്റ്റാമ്പിങ്ങിന് പകരം യാത്രക്കാരുടെ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കും. സൗദിയിലെ താമസരേഖയായ ഇക്കാമയുള്ള മാതാപിതാക്കൾക്ക് 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ വിസിറ്റിംഗ് വിസ സ്ഥിരം ഇക്കാമയാക്കി മാറ്റാവുന്നതാണെന്ന് സൗദി ജവാസാത്ത് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ബന്ധപ്പെട്ട ചട്ടങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായാണ് ഇത്തരം കുട്ടികളുടെ വിസിറ്റ് വിസ ഇക്കാമയാക്കി മാറ്റുക. മകന്റെ വിസിറ്റ് വിസ സ്ഥിരം ഇക്കാമയാക്കി മാറ്റാൻ കഴിയുമോ എന്ന് ആരാഞ്ഞും പ്രവാസികൾ ഒരാൾ നടത്തിയ അന്വേഷണത്തിന് മറുപടിയുമായിട്ടാണ് ജവാസാത്ത് ഈ വിശദീകരണം നൽകിയിട്ടുള്ളത്. കുവൈറ്റിൽ മരുന്നുകളും മെഡിക്കൽ ഉൽപ്പന്നങ്ങളും വെൻഡിംഗ് മെഷീനുകൾ വഴി വിൽക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ആരോഗ്യ മന്ത്രാലയം സ്വകാര്യ മേഖലയിലെ മരുന്ന് വിതരണ സമ്പ്രദായം ആധുനികവൽക്കരിക്കുന്നതിനും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പുതിയ നീക്കം. മിനിസ്റ്റീരിയൽ റെസൊല്യൂഷൻ നമ്പർ പ്രകാരം അംഗീകരിച്ച പട്ടികയിൽ ഉൾപ്പെടുന്ന മരുന്നുകളും മെഡിക്കൽ ഉൽപ്പന്നങ്ങളും ഇനി സ്വകാര്യ ഫാർമസികൾക്ക് സെൽഫ് സർവീസ് വെൻഡിംഗ് മെഷീനുകൾ വഴി വിൽക്കാൻ അനുമതിയുണ്ട്. ഈ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഫാർമസികൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ എല്ലാ വ്യവസ്ഥകളും പാലിക്കുകയും ഡ്രഗ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദിഷ്ട ചാനൽ വഴി ഇലക്ട്രോണിക് അപേക്ഷ സമർപ്പിക്കുകയും വേണം. ഈ മെഷീനുകൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഫാർമസികൾക്ക് സാധുവായ ലൈസൻസ് ഉണ്ടായിരിക്കണം. ആഗോളതലത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ പ്രദർശനമേളകളിൽ ഒന്നായ ജൈനടെക്സ് ഗ്ലോബലിന് ദുബായിൽ തുടക്കമായി. 5 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയിൽ ഇന്ത്യ ഉൾപ്പെടെ 180 രാജ്യങ്ങളിൽ നിന്നുമുള്ള IT സാങ്കേതിക വിദ്യാ മേഖലയിൽ നിന്നുമുള്ള സ്ഥാപനങ്ങളും വിദഗ്ധരും പങ്കെടുക്കുന്നുണ്ട്. 180 രാജ്യങ്ങളിൽ നിന്നുള്ള 6800 പ്രദർശകരാണ് ജൈടെക്സ് ഗ്ലോബൽ എക്സിബിഷന്റെ 45ാമത് പതിപ്പിൽ പങ്കെടുക്കുന്നത്. ലോകോത്തര സ്ഥാപനങ്ങളായ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഒറാക്കിൾ, ഡെൽ, AMD എന്നിവയും ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങളും ഇത്തവണ മേളയിലുണ്ട്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആദ്യ ദിനം തന്നെ പ്രദർശന നഗരിയിലെത്തി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ UAEയുടെ വളർച്ചയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മേളയിലെ വിവിധ പവലിയനുകൾ അദ്ദേഹം നടന്നു കണ്ടു. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായിയുടെ ആദ്യ ഉപഭരണാധികാരിയും ഉപപ്രധാനമന്ത്രിയും സാമ്പത്തിക കാര്യമന്ത്രിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായ് 2ാം ഉപഭരണാധികാരി ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരും അദ്ദേഹത്തെ അനുഗമിച്ചു. UAEയിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യവും ഇത്തവണ ജൈടെക്സ് മേളയിലുണ്ട്. ജൈടെക്സ് ഗ്ലോബൽ എക്സിബിഷന് വേദിയാകുന്ന ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. UAEയിലെ ആദ്യ ദീപാവലി ആഘോഷമെന്ന വിശേഷണമുള്ള FOI ഇവന്റ്സ് ദീപാവലി ഉത്സവ് ദുബായിൽ നടന്നു. ഇന്ത്യയുടെ സംസ്കാരം, പൈതൃകം എന്നിവ പ്രമേയമാക്കി ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ രംഗോലി മത്സരം ഇത്തവണയും സന്ദർശകരുടെ ശ്രദ്ധയാകർഷിച്ചു. പ്രകൃതിയിൽ നിന്നും തന്നെയുള്ള ഉൽപ്പന്നങ്ങൾ ചേർത്തൊരുക്കിയ വിവിധ നിറങ്ങളിലുള്ള 100 കണക്കിന് രംഗോലി കളങ്ങൾ. എത്തിസലാത്ത് അക്കാദമിയിലെ ഇൻഡോർ കളിക്കളത്തിലൊരുക്കിയ വർണ്ണശബളമായ രംഗോലികൾ കാഴ്ചക്കാരുടെ മനം കവർന്നു. UAEയിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള 80ലേറെ സംഘങ്ങളാണ് ഇത്തവണ രംഗോലി മത്സരത്തിൽ മാറ്റുരച്ചത്. പ്രശസ്തരായ ആർട്ടിസ്റ്റുകളാണ് രംഗോലി കളങ്ങളുടെ മിഴിവും പൂർണ്ണതയും വിലയിരുത്താൻ എത്തിയത്. പ്രായഭേദമന്യേ ആർക്കും പങ്കെടുക്കാനാകും വിധമാണ് ഇത്തവണയും FOI ഇവന്റ്സ് ദീപാവലി ഉത്സവിന്റെ ഭാഗമായ രംഗോലി മത്സരം സംഘടിപ്പിച്ചത്. ഈ പ്രാവശ്യത്തെ തീം പ്രകൃതി और परंपरा भारत की पहचान എന്ന തീമായിരുന്നു. അതായത് നേച്ചർ ആൻഡ് ഐഡന്റിറ്റി ഓഫ് ഇന്ത്യ. സോ അത് നമ്മൾ കൗൺസിലിംഗ് ത്രൂ എല്ലാ ഫ്രണ്ട്സ് ത്രൂ ഫാമിലി ഫ്രണ്ട്സ് ത്രൂ ഗൂഗിൾ ഫോം എല്ലാം നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ഒരു 90% ടീംസ് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ സംസ്കാരം, പാരമ്പര്യം, സ്വത്വം എന്നതായിരുന്നു ഇത്തവണത്തെ പ്രമേയം. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. ജിദ്ദ മല്ലൂസ് എന്ന കൂട്ടായ്മ ജിദ്ദയിലെ പ്രവാസികളുടെ സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും മാനസിക ഉല്ലാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ലക്ഷ്യമിട്ട് ചെസ് മത്സരങ്ങളും മൈലാഞ്ചി മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മത്സരങ്ങൾ ജിദ്ദ അഹമ്മദാബാദ് ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചാണ് നടക്കുക. ഒക്ടോബർ 16 വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് ചെസ് രജിസ്ട്രേഷൻ ആരംഭിക്കും. ഒക്ടോബർ 17 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ചെസ് ഫൈനൽ മത്സരങ്ങളും 4 മണിക്ക് മൈലാഞ്ചി മത്സരങ്ങളും നടക്കും. വിജയികൾക്ക് ആകർഷകമായ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകും. വാർത്താസമ്മേളനത്തിൽ അയ്യൂബ് മുസ്ലിയാരകത്ത്, ഡോക്ടർ ഇന്ദു ചന്ദ്രശേഖരൻ, നാസർ ശാന്തപുരം, നൌഷാദ് ചാത്തല്ലൂർ എന്നിവരും അഖ്താബ് സ്കൂൾ മാനേജ്മെന്റ് പ്രതികളായ സുലൈമാൻ ഹാജി, അൻവർ ഷജ എന്നിവരും പങ്കെടുത്തു.
ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ ജിദ്ദയിലെ ഖുറാൻ പഠിതാക്കളുടെ കുടുംബ സംഗമം നൈറ്റ് ക്യൂൻ ഇവന്റ് ഹാളിൽ വെച്ച് നടന്നു. ഷെയ്ഖ് ഇബ്രാഹിം ഖലീൽ അൽറായ് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പണ്ഡിതൻ അഹമ്മദ് അനസ് മൗലവി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അബ്ബാസ് ചെമ്പൻ അധ്യക്ഷത വഹിച്ചു. സംഗമത്തിന്റെ ഭാഗമായി പ്രമുഖ കൗൺസിലർ ഡോക്ടർ അലി അക്ബർ ഇരിവേറ്റിയുടെ നേതൃത്വത്തിൽ ട്യൂൺ യുവർ പാഷൻ എന്ന ശീർഷകത്തിൽ ടീംസ് മീറ്റ് സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിച്ചങ്ങാടത്തിന് ആഷിഖ് മഞ്ചേരി, മുതിർന്നവർക്കായി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിന് ഷിഹാബ് സലഫിയും നേതൃത്വം നൽകി. അൽഫിത്ര വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രത്യേക പരിപാടിയും ടേബിൾ ടോക്കും ശ്രദ്ധേയമായി. നൂരിഷ വള്ളിക്കുന്ന് പരിപാടിക്ക് നന്ദി പറഞ്ഞു. 3 വർഷത്തെ ജിദ്ദയിലെ ഔദ്യോഗിക സേവനം പൂർത്തിയാക്കി മലയാളിയും ജിദ്ദ ഇന്ത്യൻ കോൺസുലറുമായ മുഹമ്മദ് ജലീൽ ജിദ്ദയോട് വിടവാങ്ങുന്നു. ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകരുടെ കാര്യങ്ങളിൽ ഫലപ്രദമായി ഈ കാലയളവിൽ ഇടപെടാൻ അവസരം ലഭിച്ചതിൽ ഔദ്യോഗികമായി തന്നെ ഏറെ സന്തോഷിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഡൽഹി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലേക്കാണ് മടക്കം. തന്നെ പിന്തുണച്ച എല്ലാ പ്രവാസി സംഘടനകളോടും അദ്ദേഹം നന്ദി പറഞ്ഞു. വടകര എം പി ഷാഫി പറമ്പലിനെതിരായ കേരള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സൗദിയിലെ വിവിധ സ്ഥലങ്ങളിൽ OICC പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. OICC റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബദഹ സബർമതിയിൽ വൻ പ്രതിഷേധ സംഗമമാണ് സംഘടിപ്പിച്ചത്. ഷാഫി പറമ്പലിനെ ആക്രമിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് ക്രിമിനൽ കേസെടുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. നവാസ് വെള്ളിമാട് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് LK അജിത്ത് ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞി കുമ്പള, അബ്ദുള്ള വലാഞ്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷ് ശങ്കർ, സക്കീർ ദാനത്ത് പരിപാടിക്ക് നേതൃത്വം നൽകി. കുവൈറ്റിലെ വനിതാ സാംസ്കാരിക സംഘടനയായ മലയാളി മാംസ് മിഡിൽ ഈസ്റ്റ് 8ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൽസ 2025 മെഗാ പരിപാടി സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 17 വെള്ളിയാഴ്ച അബ്ബാസിയ ആസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ വൈകിട്ട് 4 മണി മുതൽ പരിപാടി ആരംഭിക്കും. പ്രസിദ്ധ നർത്തകിയും ബിഗ് ബോസ് ജേതാവുമായ ദിൽഷ പ്രസന്നൻ മുഖ്യാതിഥിയായിരിക്കും. CTV സരിഗമപ ഫെയിം പുണ്യ പ്രദീപും കേരളത്തിൽ ട്രെൻഡിംഗ് മ്യൂസിക് ബാൻഡായ താമരശ്ശേരി ചുരം ടീമും ചേർന്നൊരുക്കുന്ന സംഗീത വിരുന്നും മലയാളി മാംസ് മിഡിൽ ഈസ്റ്റ് കുവൈറ്റിന്റെ അംഗങ്ങൾ ഒരുക്കുന്ന കലാപരിപാടികളും ജൽസ 2025 ഭാഗമായി അരങ്ങേറും. പരിപാടിയിലേക്കുള്ള പ്രവേശനം പാസ് മുഖേന ആയിരിക്കും. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി നിയമനത്തിൽ അയഞ്ഞ സർക്കാർ. NSSന് അനുകൂലമായ വിധി മറ്റുള്ളവർക്കും ബാധകമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഇതിനായി നിയമനിർമ്മാണം നടത്തും. സർക്കാർ നിലപാട് കോടതിയെ അറിയിക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. സുപ്രീം കോടതി NSS മാനേജ്മെൻറ്റിന് നൽകിയ വിധിയിലെ ഇളവുകളും ആനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും. ഇതിനായി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിൻ്റെ നിലപാട് കോടതിയെ അറിയിക്കും. ഭിന്നശേഷി വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടും അതേസമയം അധ്യാപക സമൂഹത്തിൻ്റെയും മാനേജ്മെൻറ്റുകളുടെയും ന്യായമായ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടും ഒരു സമഗ്രമായ പരിഹാരമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി അധ്യാപകരുടെ നിയമനത്തിൽ പ്രത്യേക നിയമനിർമ്മാണം നടത്തുമെന്ന നിലപാട് KCBC അധ്യക്ഷൻ മാർ ബസിലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവയെ നേരിട്ടറിയിച്ച് മന്ത്രി V ശിവൻകുട്ടി. പട്ടം ബിഷപ്പ് ഹൌസിലെത്തിയാണ് മന്ത്രി ക്ലിമീസ് ബാവയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സർക്കാർ തീരുമാനം അറിയിക്കാനാണ് എത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. അനുകൂലമായ നിലപാട് സർക്കാർ എടുത്തതിൽ നന്ദി അറിയിക്കുന്നതായി മാർ ക്ലിമീസ് കത്തോലിക്ക ബാവ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായി ഫോണിൽ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇറങ്ങിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലാണ്. മുഖ്യമന്ത്രി ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഇന്ന് വിളിച്ചു ചേർത്തു. തിരുമേനി കണ്ടു, സന്തോഷം പങ്കിട്ടു. തിരുമേനി എല്ലാ നന്ദിയും രേഖപ്പെടുത്തി. ഒരു 16,000 അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. 5,000-ൽ പരം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ലഭിക്കേണ്ടുന്ന സുപ്രീം കോടതി വിധിപ്രകാരമുള്ള ഒരു നിയമനം. ഇതിന് രണ്ടിനും ഇപ്പോൾ വളരെ ആശ്വാസകരമായ ഒരു ഉറപ്പാണ് ലഭിച്ചിരിക്കുക. OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ബിനു ചുള്ളിലിനെ യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായും നിയമിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വർക്കിംഗ് പ്രസിഡന്റിനെ നിയമിക്കുന്നത്. അബിൻ വർക്കി, KM അഭിജിത്ത് എന്നിവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് 51 ദിവസത്തിനു ശേഷമാണ് സംസ്ഥാന അധ്യക്ഷനെ ദേശീയ നേതൃത്വം നിയമിച്ചത്. 2023 മുതൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് OJ ജനീഷ്. നീണ്ട തർക്കങ്ങൾക്കൊടുവിലാണ് OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് OJ ജനീഷിനൊപ്പം ബിനു ചുള്ളിയിൽ, അബിൻ വർക്കി, KM അഭിജിത്ത് എന്നിവരുടെ പേരുകളും ഉയർന്നിരുന്നു. പാലക്കാട് പിരാരിയിൽ റോഡ് ഉദ്ഘാടനത്തിനിടെ
രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് നേരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഗോബാക്ക് വിളികളും കരിങ്കൊടിയുമായി പ്രവർത്തകർ രാഹുലിന്റെ വാഹനം തടഞ്ഞു. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നേരിടാൻ UDF നേതാക്കളും എത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. പ്രതിഷേധം വകവെക്കാതെ കാറിൽ നിന്നിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു. സമീപത്തെ വീടുകളിൽ കയറിയ ആളുകളുമായി സംസാരിക്കുകയും ചെയ്തു. പൊന്നാട അണിയിച്ചാണ് പ്രവർത്തകർ രാഹുലിനെ സ്വീകരിച്ചത്. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് ഡിവൈഎഫ്ഐയും BJPയും നേരത്തെ പ്രഖ്യാപിച്ചു. ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കാൻ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്ര നാളെ കൊച്ചിയിലെത്തും. രാവിലെ 10 മണിക്ക് TDM ഹാളിൽ ഹിന്ദു നേതൃസമ്മേളനത്തോടെ പരിപാടികൾ ആരംഭിക്കും. നേതൃസമ്മേളനം വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ ഉദ്ഘാടനം ചെയ്യും. ശശിധരമേനോൻ അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം രാജേന്ദ്ര മൈതാനത്ത് ധർമ്മരക്ഷാ മഹാസംഗമം നടക്കും. മാർഗദർശക മണ്ഡൽ അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് വർക്കിംഗ് ചെയർമാൻ സ്വാമി അനകാമൃതാനന്ദപുരി P. രാമചന്ദ്രൻ എന്നിവർ അറിയിച്ചു. കായിക വാർത്തകൾ നോക്കാം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റിലും ഇന്ത്യ വിജയത്തിലേക്ക്. 2ാം ഇന്നിംഗ്സിൽ 121 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യ 4ാം ദിനം കളി നിർത്തുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 63 റൺസ് എന്ന നിലയിലാണ്. വിജയത്തിലെത്താൻ ഇന്ത്യക്ക് ഇനി 58 റൺസ് കൂടി മതിയാകും. സായി സുദർശനും KL രാഹുലുമാണ് പുറത്താകാതെ നിൽക്കുന്നത്. യശസ്വി ജയ്സ്വാളാണ് പുറത്തായത്. 120 റൺസിന്റെ ലീഡാണ് ഫോളോൺ ഒഴിവാക്കിയ വെസ്റ്റ് ഇൻഡീസിന് 2ാം ഇന്നിംഗ്സിൽ നേടിയത്. 4ാം ദിനം അവസാന സെഷനിൽ 390 റൺസ് എടുത്താണ് വെസ്റ്റ് ഇൻഡീസ് 2ാം ഇന്നിംഗ്സിൽ പുറത്തായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.